മീറ്റിംഗിൽ എല്ലാവരും സമ്മതിച്ചാണ്. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തില് 30/5/2026 ബോർഡ് തീരുമാനപ്രകാരം കുമരംപുത്തൂർ പഞ്ചായത്തിൽ 3 പ്രദേശങ്ങളിലായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്നാണ് അന്ന് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ബോർഡിന്റെ 3ാമത്തെ അജണ്ടയായിരുന്നു ഈ മെഡിക്കൽ ക്യാമ്പ്. അത് മെഡിക്കൽ ക്യാമ്പിന്റെ പ്രധാനമായിട്ടും മഴക്കാല രോഗപ്രതിരോധമായി ബന്ധപ്പെട്ട് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ 3 മേഖലയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഒന്ന് ക്ലബിലാണ്, ഒന്ന് കുളപ്പാടം മദ്രസയിലാണ്. അപ്പൊ ആ ബോർഡിന്റെ തീരുമാനപ്രകാരം ഇത് നടത്തേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 5 മെമ്പർമാരും ഒരുമിച്ച് അന്ന് ഇങ്ങനെ ഉബൈദ് ചാരിറ്റി സൊസൈറ്റി 2ാം മൈലിലാണ് നടത്തുന്നത് എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ വെച്ച് ആരോ 1-2 ആളുകൾ പ്രദേശപ്പെടുകയും മറ്റേ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അറിയാം. ആ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ആളുകൾ കുറച്ചു കാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയമായി എല്ലാ കാര്യത്തിലും രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് മറ്റേ ഈ ഒരു സ്ഥാപനം ഉബൈദ് ഒരു പൊതുപ്രവർത്തനായിരുന്നു. ആ പൊതുപ്രവർത്തനന്റെ പേരിലാണ് ചാരിറ്റി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവില് ഇവിടെ 100 കണക്കിന് രോഗികൾക്ക് മറ്റേ ഓരോ സാമൂഹ്യങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ വന്ന സമയത്ത് പ്രധാനമായും ഓരോ എല്ലാ ആളുകളും ബേജാറായി നിൽക്കുന്ന സമയത്ത് ഒരു മയ്യത്ത് കുളിപ്പിക്കാന്, അതുപോലെ തന്നെ മറവ് ചെയ്യാന്, അതുപോലെ ആസ്പത്രി കൊണ്ടുപോകാൻ, അതൊക്കെ ഇതിന്റെ കീഴിലുള്ള ആളുകളായിരുന്നു അന്ന് അതൊക്കെ കൊണ്ടുവരുന്നത്. അതിന്റെ സാഫിയൊക്കെ അതിന്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിപ്പ, ഇപ്പൊ അടുത്ത് വന്ന നിപ്പ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാരിറ്റിയുടെ പേരിൽ ഇവിടെ ജാതിയോ മതോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെയാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോ ഒരു 6 മാസം ഈ ഭരണസമിതി വന്നിട്ട് 6 മാസമാണ് ആയിട്ടുള്ളത്. കഷ്ടി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം ബോർഡിലൊരു തീരുമാനം വന്നാലും അത് രാഷ്ട്രീയമായി കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ 30 വർഷത്തിന് ശേഷം ഈ പഞ്ചായത്തിന്റെ ഭരണം കിട്ടിയപ്പോ CPM ഇടതുപക്ഷത്തിന്റെ കുരങ്ങന് പൂമാല കിട്ടിയ മാതിരിയാണ് അവർ ഭരണം. എന്തൊരു കാര്യം പഞ്ചായത്തിൽ തീരുമാനിക്കണേലും മറ്റേ LC കമ്മിറ്റിയുടെ കത്തിട്ട് വന്ന് അതല്ലേ ആഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടുന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് 6 മാസമായിട്ട് കൃത്യമായി. അതുപോലെ തന്നെ ഇപ്പൊ ഇയാള് പഞ്ചായത്തില് 21 വാർഡില് വാട്ടർ ബില്ലിന്റെ ലീഡർമാരെ തീരുമാനിച്ച് 21 വാർഡ് മെമ്പർമാരിലും ഞങ്ങൾ 10 പേരും 10 ആളെ പേര് കൊടുത്തു. അവര് 11 ആളെ കൊടുത്തു. പക്ഷെ ഞങ്ങൾ 10 ആള് കൊടുത്തതും ഒരാളെ പോലും അതിൽ വെക്കാതെ അതും പാർട്ടി വൽക്കരിച്ചുകൊണ്ടാണ് അവർ നടത്തുന്നത്. അങ്ങനെയുള്ള ഓരോ തൊഴിലുറപ്പിലായാലും മറ്റിയിലായാലും കുടുംബശ്രീയിലടക്കം ഇപ്പോൾ താൽക്കാലിക നിയമനം വരുമ്പോൾ 6 മാസത്തേക്കാണ് ഒരു നിയമനം ഉണ്ടാകുക. ആ നിയമനത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാനും വൈസ് പ്രസിഡന്റും ചെയർമാൻമാരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥന്മാര് അതിൽ ഒപ്പിടിച്ചും കൊണ്ടാണ് അവരിങ്ങനെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് എന്തോ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഈ കുമരംപുത്തൂർ പഞ്ചായത്ത് CPMന്റെ പാർട്ടി ഓഫീസാണ് എന്നുള്ള ഒരു പ്രവർത്തനമാണ് കൊണ്ടു നടക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്കെതിരെ ഞങ്ങൾ ഓരോ കാര്യത്തിലും പ്രതിഷേധിക്കലുണ്ട്. പല വിഷയങ്ങളിലും ഞങ്ങൾ വിയോജനക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഏതായാലും ഇത് ഇങ്ങനെ ഞങ്ങൾ ഇന്നിവിടെ 100 കണക്കിന് രോഗികൾ ഞങ്ങളെല്ലാ 4 മെമ്പർ, 5ാമത്തെ മെമ്പറോ എനിക്കറിയില്ല, ഞങ്ങൾ 4 മെമ്പർമാരും വാർഡുകളിൽ കൂടെ എല്ലാ ഗ്രൂപ്പുകളിൽ കൂടി മെമ്പർമാർക്ക് ഗ്രൂപ്പുണ്ട്. അതിലും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളും പൊതു ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് ഇതൊക്കെ ആളുകളെ ക്ഷണിച്ചാണ്. രാവിലെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ചോദിക്കാണ് സ്ഥലം മാറിക്കണോ, എവിടെയാണ് ഇത്? ഈ 2 സ്ഥാനം ഇപ്പോൾ ഒന്ന് ക്ലബിലാണ്, ഒന്ന് മദ്രസിലാണ്. അല്ലാതെ ഇപ്പോ ഈ ഒരു സ്ഥാപനത്തിന്റെ മാറ്റാനുണ്ടായ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നാളെ അവിടെ ക്യാമ്പില്ല, ഡോക്ടർ വരില്ല, ഞങ്ങൾ പ്രസിഡന്റും ഉദ്ഘാടനത്തിന് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഏതായാലും ഞങ്ങൾക്കിതിൽ അതിയായ പ്രതിഷേധം ഉണ്ട്, നാട്ടുകാർക്കും ഉണ്ട്. അതെന്തായാലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് 6 മാസമായി ഈ തെരുവ് വിളക്കുകൾ കത്തിച്ചിട്ട്. ഞങ്ങളുടെ തീരുമാനം ഞങ്ങളിപ്പോ പഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ മിഷനറി വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പ് ഇവിടെ തന്നെ വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതിന് പറ്റിയ ഡോക്ടർമാരെ കണ്ടെത്തിക്കൊണ്ട് ഇനി
മറ്റേ പഞ്ചായത്തിന്റെ സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി മുന്നണിയൊക്കെ കൂടി നാട്ടുകാരും കൂടി ഞങ്ങൾ അതിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ അടുത്തൊരു ക്യാമ്പ് വെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലീഗിന്റെ ഒരു ഓഫീസാണെന്ന നിലക്കായിരിക്കും അവര്. അതെ, അങ്ങനെ തന്നെയാണ്. ഇവരിപ്പോ ഈ ചാരിറ്റി ട്രസ്റ്റ് ഉബൈദ് ചങ്ങലീരി ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു. അപ്പൊ ഉബൈദ് ചങ്ങലീരിയുടെ പേരാണ് തോന്നുന്നുണ്ട് അവരെ പ്രശ്നം. അയാള് മരിക്കുന്നവരെ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഉബൈദിനെ പറ്റി ആരും അങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഇന്നലെ ഉണ്ടായി എന്നറിയില്ല. അത് ശരിക്കും ഉബൈദിന്റെ ആ പേര് തന്നെയാണ് അവരെ പ്രശ്നം. ഇത് 21 പിന്നെ ഇപ്പൊ ക്യാമ്പ് മറ്റേ പഞ്ചായത്തിന്റെ നീതി കലക്ഷൻ ഇവിടെയായിരുന്നു. അതിനൊന്നും പ്രശ്നമല്ല, അത് പഞ്ചായത്തിന് കിട്ടേണ്ട കാര്യമാണ്. അപ്പൊ അതിന് പ്രശ്നമല്ല. ഇപ്പൊ കഴിഞ്ഞ മാർച്ചില്ല ഫെബ്രുവരിയിൽ 26-26 ഇവിടെ ഒരു ക്യാമ്പ്. അന്നൊക്കെ ഇവിടെ ക്യാമ്പ് 1,00,000 ചില്ലാൻ ഉറുപ്പ് ഇവിടെ പിരിച്ചു കൊണ്ടുപോയാൻ മെമ്പർമാരെയും. അപ്പോ ഇതിന്റെ ചാരിറ്റി ഒന്നും പ്രശ്നമല്ല. സാംസങ് സ്മാർട്ട് കഫേ ഇനി മണ്ണാർക്കാടും. സാംസങ്ങിന്റെ എല്ലാ മോഡലുകളും ഒരു കുടക്കീഴിൽ. മൊബൈൽ ഫോണുകൾക്ക് പുറമെ സാംസങ് ഗാഡ്ജറ്റ്സുകളായ സ്മാർട്ട് വാച്ചുകൾ, ഇയർഫോണുകൾ, ടാബുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി എല്ലാം 100% കൃത്യതയോടെയും വിശ്വസ്തയോടെയും നിങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നു. സാംസങ് സ്മാർട്ട് കഫേ, ചിറയിൽ ട്രേഡിംഗ് കമ്പനി, മെയിൻ റോഡ്, മണ്ണാർക്കാട്.